എന്തായിരിക്കണം? നമ്മുടെ തവക്കുൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴും ഈ ദുആ പഠിച്ചു വെച്ചോളി. നമ്മൾ യാത്ര പുറപ്പെടുമ്പോൾ, ഇറങ്ങുമ്പോൾ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, ഇന്നി തവക്കൽതു അലല്ലാഹ് റബ്ബി വ റബ്ബിക്കും, എൻ്റെ നിങ്ങളുടെ റബ്ബിന്റെ മേൽ ഞാനിതാ ഭരമേൽപ്പിക്കാൻ. മാ മിൻ ദാബത്തിൻ ഇല്ലാ ഹുവ ആഖിദും ബിനാസിയതിഹാ ഇന്ന റബ്ബി അലാ സിറാത്തി മുസ്തഖീം. ഏതിപ്പോ നമ്മൾ വാഹനത്തിലാകട്ടെ, അല്ലെങ്കിൽ നമ്മളൊരു മൃഗങ്ങളുടെ മുകളിൽ യാത്ര ചെയ്യട്ടെ, ഏത് കാര്യം, ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനത്തോടെയാണ് നടക്കുന്നത്. ഏത് കാര്യങ്ങളും ഏത് ഇടങ്ങേറുകളും തടഞ്ഞു നിർത്താൻ കഴിവുള്ളവനും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ യാത്ര പുറപ്പെടുമ്പോൾ, ഒരു വാഹനത്തിൽ കയറുമ്പോൾ, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു ദുആയാണ് ഇന്നി തവക്കൽതു അലല്ലാഹ് റബ്ബി വ റബ്ബിക്കും മാ മിൻ ദാബത്തിൻ ഇല്ലാ ഹുവ ആഖിദും ബിനാസിയതിഹാ ഇന്ന റബ്ബി അലാ സിറാത്തി മുസ്തഖീം. സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് നമുക്ക് കുറെ ദുആകളൊക്കെ പരിശുദ്ധമായ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മളൊരു ജീവിതത്തിൽ, ഒരു ദിവസത്തിൽ രാവിലെ നമ്മളൊരു കാലെടുത്ത് വെക്കുകയാണ് ഒരു ദിവസത്തിൻ്റെ തുടക്കത്തിൽ. അപ്പം നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്റെ നാവിലൂടെ നമുക്ക് ദുആകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇത് നമ്മൾ സുബഹി നിസ്കാരം കഴിഞ്ഞ് ചൊല്ലണം. അപ്പം നമുക്കതൊരു തവക്കുലാണ്. അതാണ് ഒരു തവക്കുൽ. വഅലാ റബ്ബിഹിം യതവക്കലൂൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ ആ തവക്കുൽ എങ്ങനെയാണ്? അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത അലൈക തവക്കൽതു വ അൻത റബ്ബുൽ അർശിൽ അസീം മാ ശാ അല്ലാഹു കാൻ വമാ ലം യശഅ ലം യകുൻ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അഅലമു അന്ന അല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ وأن الله قد أحاط بكل شيء علما. ഇത് നമ്മൾ പറഞ്ഞുകൊണ്ട് വേണം സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഈ ഒരു ദുആ പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങണം. നമ്മുടെ യാത്രയും റാഹത്താണ്, നമ്മുടെ നടത്തയും റാഹത്താണ്, നമ്മുടെ ജോലിയിലും റാഹത്താണ്, നമ്മുടെ ജീവിതത്തിൽ നമുക്കത് റാഹത്താണ്. ഈ ഒരു ദുആ പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങണം. ഇത് സുബഹി നിസ്കാരം കഴിഞ്ഞ് പറയേണ്ടതാണ്. ആരിത് ചൊല്ലുന്നു? നമ്മളിതൊക്കെ പഠിച്ചു വെക്കണം, അല്ലെങ്കിൽ പഠിക്കണം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഇതൊന്നും വാരിതായിട്ട് നബിതങ്ങളിൽ നിന്ന് വന്നതൊന്നും നമ്മൾ കേൾക്കാതെ യൂട്യൂബിൽ കുറേ ആളുകൾ ഇരുന്ന് ഇങ്ങനെ പറയുന്നതും കേട്ടുകൊണ്ട് അതിൻ്റെ പിന്നാലെ ഇങ്ങനെ പെണ്ണുങ്ങളും ആണുങ്ങളും ഇങ്ങനെ തൂങ്ങി കിടക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യൂട്യൂബൊക്കെ വരുന്നതിന് മുമ്പ് പഠിപ്പിച്ചെന്ന കാര്യമല്ലേ? അല്ലാതെ പുതിയൊരു ദുആ ഇന്ന് ഒരു മുസ്ലിയാക്കന്മാരെ കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. പുതിയൊരു ദുആരെ കണ്ടുപിടിച്ച് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരാത്ത ഒരു ദുആ ഒന്നും ആരും ആരെ കൊണ്ടും പറയാനും കഴിയില്ല, ആർക്കും പഠിപ്പിക്കാനും കഴിയില്ല. നിമിതങ്ങൾ ആ കാലഘട്ടത്തിൽ, അന്ന് സാറ്റലൈറ്റോ ഇന്റർനെറ്റോ 4Gയോ 5Gയോ 3Gയോ ഒന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടങ്ങേറ് മുസീബത്തുകൾ, ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ, വഴികൾ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത സ്വഹാബാക്കൾക്ക്. അത് പറഞ്ഞുകൊണ്ടാണ് അവർ യാത്ര ചെയ്യുന്നത്. അവർക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലോ. ശത്രുക്കൾ അവരെ ആക്രമിക്കാൻ വന്നപ്പോഴും അവർ പറഞ്ഞ വാക്ക് ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ്. എത്ര വലിയൊരു വാക്ക്! പക്ഷെ നമുക്കതൊന്ന് പറയുമ്പോൾ ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ആരോടെങ്കിലുമൊക്കെ നിങ്ങൾ ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്ന് പറയണേന്ന് പറയുമ്പോൾ എന്ത് ഇത് ഒന്ന് റാഹത്താക്കി. ആരോടെങ്കിലും ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ നമ്മൾ പറയാൻ പറയും, ആ ഉസ്താദ് ഞാൻ അത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ 2000 ചൊല്ലുന്നുണ്ട്, 3000. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഈ 10,000-ൻ്റെ കണക്കുകൾ മാത്രം ഒഴിവാക്കുക. അത് പറയരുത്. 5 വക്കത്ത്, ഇന്നടുത്ത സമയത്ത് ഒരാൾ ചോദിച്ചു നിസ്കാരമുണ്ടോ? 5 വക്കത്തിന് 10 വക്കത്ത് നിസ്കരിക്കുന്നുണ്ട്, കാര്യം ദുആ സ്വീകരിക്കുന്നില്ല എന്ന്. അത് നീ 10 വക്കത്ത് നിസ്കരിക്കാൻ പോയതുകൊണ്ടാണ് സ്വീകരിക്കാത്തത്. 5 വക്കത്ത് കൃത്യമായിട്ട് നിസ്കരിച്ചിരുന്നേ സ്വീകരിച്ചേനെ. ആളുകൾ പറയുന്നൊരു വാക്കാണ്. ആളുകൾക്ക് ഇതിനോടൊന്നും ഒരു താല്പര്യമില്ലാത്ത രീതിയിലുള്ള ഒരു ശൈലിയാണ്. നമ്മളിതൊക്കെ അതിനത്രയും ചൊല്ലുന്നുണ്ട്, ഇത് ഇത്രയും ചൊല്ലും. ഏത് കാര്യം ചെയ്താലും നമ്മൾ ക്വാളിറ്റി ആയിട്ട് ചെയ്യും. നിങ്ങൾ ക്വാണ്ടിറ്റി കൂട്ടരുത്. നിങ്ങൾ വേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് സുന്നത്ത് പറ്റൂ, നിങ്ങൾക്ക് ഫറള് പറ്റൂല, അല്ല സുന്നത്ത് പറ്റൂല, ഫറളേ പറ്റുള്ളൂ. അത് കൃത്യമായിട്ട് നിസ്കരിക്കും, അത് മതി. ഞാൻ 100 റക്അത്ത് നിസ്കരിച്ചു ഉസ്താദേ. ഇത് ആരുടെ അടുത്ത് പോയി പറയാൻ 100 റക്അത്ത് നിസ്കരിച്ചെന്നല്ലേ? നമ്മുടെ അടുത്ത് പറഞ്ഞാൽ നമുക്കല്ല കൂലി തരാൻ പറ്റുമോ? നീ 100 റക്അത്ത് നിസ്കരിച്ചെന്ന്. ഞാൻ ഇന്ന് 5 കോടി സലാത്ത് ചൊല്ലി ഉസ്താദേ, എൻ്റെ ജീവിതത്തിൽ ഇത്ര നാളൊരു 5 കോടി. ഇത് ആരുടെ അടുത്ത് പറയാൻ 5 കോടി സലാത്ത്? ഞാനാണ് അല്ലാഹ്. നീ അള്ളാഹ്ക്ക് വേണ്ടിയല്ലേ ചൊല്ലിയേ? റസൂലുള്ളാഹിക്ക് വേണ്ടിയല്ലേ ചൊല്ലിയേ?
അത് നീ നിന്റെ ചൊല്ലി നിന്റെ ഇഖ്ലാസ് ഉണ്ട്, നിന്റെ കൽബിൽ നിന്ന് അത് ഈമാനുള്ളതാണെങ്കിൽ അത് അള്ളാഹ് അത് സ്വീകരിക്കും. ഇത് 10 പേര് അറിഞ്ഞിട്ട് യൂട്യൂബിൽ ഞാൻ 5 കോടി ചൊല്ലി, 3 കോടി ചൊല്ലി, 2 കോടി ചൊല്ലി, 1 കോടി ചൊല്ലി എന്നൊക്കെ 10 പേർ അറിയിക്കാനാണെങ്കിൽ അതിൻ്റെയും കൂലി ദുനിയാവ് കിട്ടും, ആഖിറത്തിൽ കിട്ടൂല. ദുനിയാവിലത് കിട്ടും, ആഖിറത്തിൽ കിട്ടൂല. അതാണ് ആ പറഞ്ഞു വന്നതിൻ്റെ ലക്ഷ്യം. നമ്മൾ ഏത് കാര്യം ചെയ്താലും നിങ്ങൾ ചുമ്മാ വാരി വലിച്ചൊന്നും ചെയ്യണ്ട, കുറച്ച് ചെയ്താൽ മതി. ചെയ്യുന്നത് ഇഖ്ലാസോടെ ചെയ്യും. അതാണ് അള്ളാഹ്ക്ക് വേണ്ടത്, അതാണ് അള്ളാഹുവിന് വേണ്ടത്. ഇഖ്ലാസോടെ കുറച്ച് ചെയ്യും. അപ്പൊ അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് വഅലാ റബ്ബിഹിം യതവക്കലൂൻ, തവക്കുൽ ചെയ്യാൻ വേണ്ടി അള്ളാഹു തആല നമ്മളോട് പറഞ്ഞു. ഏത് കാര്യത്തിനും നമ്മൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കണം. ഖൈറ് ഷർറ് ഇതൊക്കെ അള്ളാഹുവിൽ നിന്ന് വരുന്നതാണ് എന്ന് പരിപൂർണമായി നമ്മൾ വിശ്വസിക്കുകയും ചെയ്യണം. അതിലൊരിക്കലും നിരാശപ്പെടരുത്. പടച്ചവനെ, ഇങ്ങനെ നീ ഞങ്ങളെ പിടിച്ചുകൂടിയല്ലോ, ഈ ആപത്ത് നീ ഞങ്ങൾക്ക് തന്നല്ലോ, ഈ രോഗം നീ ഞങ്ങൾക്ക് നൽകിയല്ലോ, ഈ ഇടങ്ങേറ് നീ ഞങ്ങൾക്ക് നൽകിയല്ലോ പടച്ചവനെ, ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നവരല്ല, ഞങ്ങൾ എന്ത് ചെയ്തിട്ടാ പടച്ചവനെ, ഞങ്ങളുടെ കുഞ്ഞെന്ത് ചെയ്തിട്ടാ പടച്ചവനെ. ഇതൊക്കെ നമ്മളുടെ വിവരമില്ലായ്മയാണ്. ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കും. കുഞ്ഞുങ്ങളെയും പരീക്ഷിക്കും, തള്ളയെയും പരീക്ഷിക്കും, ഉമ്മയെയും പരീക്ഷിക്കും, ഉപ്പയെയും പരീക്ഷിക്കും, ഭാര്യയും പരീക്ഷിക്കും, ഭർത്താവിനെയും പരീക്ഷിക്കും. നമുക്ക് ഈമാനുണ്ടോ, സബറുണ്ടോ, തവക്കുലുണ്ടോ എന്നറിയാൻ അള്ളാഹ് പരീക്ഷിക്കുന്നത്. ദുഷ്ടന്മാരെ പന പോലെ വളർത്തും. നമ്മളെ സാധാരണ മൊഴിയാണല്ലോ, ദുഷ്ടന്മാരെ പന പോലെ വളർത്തും. ഇതടുത്ത് വയ്ക്കുമ്പോൾ ഒന്നുകൂടെ കൂടും. അത് നമ്മൾ സാധാരണ പറയും, ഇവൻ ഇത്രയും വലിയ ദുഷ്ടൻ, നോക്ക് ദ്രോഹി, ഇവന് ഒരു കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ പറയാറുള്ളതാണ്, ദുഷ്ടന്മാരെ പന പോലെ വളർത്തും. അല്ലാത്ത മനുഷ്യന്മാർക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകും, അത് സ്വാഭാവികമാണ്. നബി തങ്ങൾക്ക് പരീക്ഷണം ഉണ്ടായി, സ്വഹാബാക്കൾക്ക് പരീക്ഷണം ഉണ്ടായി. അപ്പൊ അതുകൊണ്ട് എന്ത് പരീക്ഷണങ്ങൾ വന്നാലും തവക്കൽതു അലല്ലാഹ്, അതിൽ മുറുകെ പിടിക്കുക. അത് മുഅ്മിനീങ്ങളുടെ അടയാളാണ്. വഅലാ റബ്ബിഹിം യതവക്കലൂൻ. 4ാമത്തെ അടയാളം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അല്ലദീന യുഖീമൂന സ്വലാഹ്. നമസ്കാരം നിലനിർത്താന്നുള്ളതാണ്. നമസ്കരിക്കുക എന്നല്ല, നീ നിസ്കരിക്കുക എന്ന് പറഞ്ഞല്ല, അതങ്ങനെ നിലനിർത്തിക്കൊണ്ടേ പോയിക്കൊണ്ടിരിക്കണം. നീ ഒരു മുഅ്മിനായി മുസ്ലിമായി നീ ജീവിതത്തിലേക്ക് കടന്നു വന്നെങ്കിൽ നിന്റെ ഏറ്റവും വലിയ ഒരു ഐഡന്റിറ്റിയാണ് നീ നിസ്കരിക്കുക എന്നുള്ളത്. അത് നിലനിർത്തുക എന്നുള്ളത്, നിസ്കരിക്കുക എന്നല്ല, നിലനിർത്തുക എന്നുള്ളത്. ഇഖാമത്തുസ്സലാ, അത് നിലനിർത്തണം. നമ്മുടെ ഏറ്റവും വലിയൊരു ആധാറാണത്. മൻ സറഹു അൻ യൽഖല്ലാഹ ഗദൻ മുസ്ലിമൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചെന്ന ഒരു ഹദീസാണ്. നമ്മൾ ശ്രദ്ധിച്ചോളി, മുസ്ലിമീങ്ങൾ ശ്രദ്ധിക്കിൻ, മുഅ്മിനീങ്ങൾ ശ്രദ്ധിക്കിൻ. മൻ സറഹു അൻ യൽഖല്ലാഹ മുസ്ലിമൻ ഗദൻ. നാളെ അള്ളാഹുവിനെ ഒരാൾക്ക് മുസ്ലിമാണ് ഞാൻ റബ്ബേ, ഞാൻ മുസ്ലിമാണ് എന്ന് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ, അതിലൂടെ അവന് സന്തോഷം അവൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, റബ്ബിനെ കാണുന്നതിലൂടെ അവൻ ആഹ്ലാദ പ്രകടനം നടത്താൻ അവൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഫൽയുഹാഫിൽ അലാ ഹാദിഹി സലവാത്തിൽ ഖംസ്. ഈ 5 വഖത്ത് നമസ്കാരത്തിൽ അവൻ പാബന്ദിയായിരുന്നു കൊള്ളട്ടെ, അതിലവൻ സ്ഥിരതയായിരുന്നു കൊള്ളട്ടെ, അതിലവൻ സൂക്ഷ്മത പാലിച്ചു കൊള്ളട്ടെ, അത് അവൻ നിലനിർത്തിക്കൊള്ളട്ടെ. നാളെ മുസ്ലിമായി അള്ളാഹിനെ കാണാൻ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ, ഓപ്പോസിറ്റ് എന്താ? നീ മുസ്ലിമായിട്ട് അള്ളാഹെ കാണാൻ ആഗ്രഹം ഇല്ലെങ്കിൽ നീ വേണ്ട. അതാണ് എൻ്റെ അർത്ഥം. അള്ളാഹെ കാണാൻ നിനക്ക് നാളെ ആഗ്രഹമില്ലെങ്കിൽ നീ നിസ്കരിക്കേ വേണ്ട. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ജീവിതത്തിലും സ്വർഗാവകാശികൾക്കും ഏറ്റവും വലിയ ആഗ്രഹം അള്ളാഹെ കാണലാണ്. അല്ല സ്വർഗത്തിലെ സുഖങ്ങളോ സുഖഭോഗങ്ങളോ ഹൂറികളോ അവിടുത്തെ വെള്ളച്ചാട്ടങ്ങളോ അവിടുത്തെ രസങ്ങളോ ഇതൊന്നും അല്ല. സ്വർഗാവകാശികൾക്ക് പോലും അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം അള്ളാഹുവിനെ കാണലാണ്, വേറെ ഒന്നുമല്ല. അള്ളാഹെ കണ്ടാൽ മതി. അങ്ങനെ അള്ളാഹു അവന്റെ മറ മാറ്റി സ്വർഗാവകാശികളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുമ്പോ സ്വർഗാവകാശികൾ പറയും, പടച്ചവനെ ഇനി ഞങ്ങൾക്കൊന്നും വേണ്ട അള്ളാഹ്, നിന്നെ കണ്ടാൽ മതി, ഇനി ഞങ്ങൾക്കൊന്നും വേറെ വേണ്ട പടച്ചവനെ. അതാണ് ഏറ്റവും വലിയ സന്തോഷം. ഒരു സത്യവിശ്വാസിയുടെ ഏറ്റവും വലിയ സന്തോഷം അതാണ്. നമ്മൾ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസമാണ് ഏറ്റവും നല്ല ദിവസം. ഞങ്ങളുടെ ദിവസത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം നിന്നെ കണ്ടുമുട്ടുന്ന ദിവസമാണ്. നിന്നെ കാണണം, അള്ളാഹെ കാണണം. ആരാ ഇതിന്റെ ഉടമസ്ഥൻ? ആരാ ഇതിന്റെ ഉടമസ്ഥൻ? ഇപ്പൊ ഒരു വലിയൊരു സമ്പന്നൻ, ഒരുപാട് നന്മകൾ ചെയ്യുന്ന സമ്പന്നൻ,
എവിടെയോ വിദൂരത്തിലിരുന്നൊക്കെയാണ് അയാൾ ചെയ്യുന്നത്. ഒത്തിരി നന്മകൾ ചെയ്യുന്നു. കോടികൾ അള്ളാഹ്ക്ക് വേണ്ടി ചെലവാക്കുന്നു, ജനങ്ങൾക്ക് വേണ്ടി ചെലവാക്കുന്നു, നാട്ടുകാർക്ക് വേണ്ടി ചെലവാക്കുന്നു. ഒരു ദിവസം ഒരു അനൗൺസ്മെന്റ് കേൾക്കുന്നു, അദ്ദേഹം വരുന്നുണ്ട് കേട്ടോ എന്ന്. ഈ മഹാമനുഷ്യനെ കാണാൻ ജനങ്ങൾ ആഗ്രഹിക്കും, കാത്തിരിക്കും. ഇത്ര വലിയ മനുഷ്യനൊന്ന് കാണട്ടെ. ആരാണിത് ഇതൊക്കെ ചെയ്ത് ഇത്രയും വലുത് ചെയ്തത് ആരാണ്? ഒരാഗ്രഹം ഉണ്ടാകും ഒന്ന് കാണാൻ. ഈ ബ്രഹ്മാണ്ട കടാഹത്തെ മുഴുവനെ സൃഷ്ടിച്ചവൻ, നമ്മളെ സൃഷ്ടിച്ചവൻ, നമുക്ക് അന്നം തന്നവൻ, നമ്മളെ ജീവിപ്പിച്ചവൻ, നമ്മളെ മരിപ്പിക്കുന്നവൻ, നമുക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കി തന്നവൻ, നമ്മളെ മക്കളെ തന്നവൻ, ഈ പടച്ച തമ്പുരാനെ നമുക്കൊന്ന് കാണുക എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല അത്. അതൊരു ചെറിയ കാര്യമല്ല സഹോദരങ്ങളെ. നമ്മുടെ ദുനിയവിയായ ചെറിയ നൈമിഷികമായ ചെറിയ സുഖങ്ങൾക്ക് വേണ്ടി വലിയ വലിയ മുതലാളിമാരെ കാണാൻ മണിക്കൂറുകളോളം നമ്മൾ കാത്തിരിക്കും. മണിക്കൂറുകളോളം, ചിലപ്പോൾ ദിവസങ്ങൾ എടുക്കേണ്ടി വരും. എന്നാലും അദ്ദേഹത്തെ ഒന്ന് കാണണം, ഞങ്ങൾക്ക് ചില പ്രശ്നങ്ങളുണ്ട്, പരിഹരിക്കാനുണ്ട്, കാണാനുണ്ടെന്ന് പറഞ്ഞ് നിൽക്കും. ദുനിയവിലെ ചെറിയ നൈമിഷികമായ കാര്യങ്ങൾക്ക് വേണ്ടി. എന്നാൽ ഈ ബ്രഹ്മാണ്ട കടാഹത്തെ മുഴുവൻ സൃഷ്ടിച്ച് സംഹരിച്ച സംഹാരകർത്താവായ അല്ലാഹ്, പടച്ചവനെ അല്ലാഹ്, ഞങ്ങൾ നിനക്ക് വേണ്ടി നിസ്കരിച്ചത്, നിനക്ക് വേണ്ടിയാണ് ഉദ്ഹിയ അറുത്തത്, നിനക്ക് വേണ്ടിയാണ് ഹജ്ജ് ചെയ്തത്, നിനക്ക് വേണ്ടിയാണ് നോമ്പ് പിടിച്ചത്, നിനക്ക് വേണ്ടിയാണ് ഞങ്ങളുടെ സമ്പത്തിന്റെ വിഹിതങ്ങൾ സക്കാത്തായി കൊടുത്തത്. നിന്നെ ഒന്ന് കാണട്ടെ പടച്ചവന്, നീ ആരാണെന്ന്. അതൊരു ചെറിയ കാര്യമല്ല. അതെല്ലാവർക്കും അങ്ങനെ ലോക്കലായിട്ട് കാണാനും പറ്റൂല. അള്ളാഹു നമുക്ക് കാണാൻ തൗഫീഖ് തരട്ടെ, പടച്ചവനെ കാണാൻ തൗഫീഖ് തരട്ടെ. അത് വലിയ കാര്യമാണ്, ചെറിയ കാര്യമല്ല അത് വലിയ ഭാഗ്യമുള്ളവർക്ക് അത് കിട്ടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിനെ കണ്ടുമുട്ടിയെന്നൊന്നും പറയാൻ പറ്റൂല, കണ്ടിട്ടുണ്ടെന്ന് ഒരിക്കലും പറയാൻ പറ്റൂല. അടുത്തെത്തി എന്നല്ലാതെ കണ്ടു എന്നങ്ങും പറയാൻ പറ്റൂല. കണ്ടു നമ്മൾ പറയാനേ കഴിയില്ല. എവിടെ ഉണ്ട് കണ്ടു എന്ന് പറയാൻ? മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹെ കാണാൻ വേണ്ടി കൊതിച്ചു. എവിടെ എത്തി? മൂസ വാ, കാണണോ വാ. ഫലമ്മാ തജല്ല റബ്ബുഹു ലിൽ ജബലി ജഅലഹു ദക്ക വഖറ മൂസ സൈക. ഒരു ലൈറ്റ് കണ്ടു, അപ്പോഴേ ആള് അബോധാവസ്ഥയിൽ കാണാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുക എന്നുള്ളത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. പടച്ചവന്റെ ഖുദ്റത്ത് കൊണ്ട്, ഔദാര്യം കൊണ്ട് നമുക്കൊരു ഭാഗ്യം തരട്ടെ. അല്ലാതെ ഒന്നും നമ്മുടെ ഇബാദത്ത് കൊണ്ടും നമ്മുടെ സ്വഭാവം കൊണ്ടും അല്ലാഹെ കാണാന്നുള്ള ബോധ്യമൊന്നും നമുക്ക് ആർക്കും വേണ്ട, കിട്ടേയില്ല, ഒരിക്കലും കിട്ടൂല. അതുകൊണ്ട് നമുക്ക് യാചിക്കാം, താണ് കേണി യാചിക്കാം, ഒന്ന് കാണണം പടച്ചവനെ. ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചു നീയാണല്ലോ, ഇതിനെ മൊത്തം നിയന്ത്രിക്കുന്ന നീയാണല്ലോ. ഇപ്പൊ നിന്നൊന്ന് കാണണം. എന്നെ കാണാനുള്ള ഒരു വഴിയാണ് നബിയുനാ റസൂൽ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത് നിസ്കരിക്കുക എന്നുള്ളത്. അല്ലാഹയെ കണ്ട് സന്തോഷിക്കാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ? മൻസറഹു, അവന് സുറൂർ ഉണ്ടാകണം, ആ സന്തോഷം, അവന്റെ ആഗ്രഹം, അഭിലാഷം. അയ്യൽഖല്ലാഹ ഗദൻ, നാളെ അവൻ അല്ലാഹയെ കാണണം എന്ന് ആഗ്രഹം ഉണ്ടാവും. ഫൽയുഹാഫിൽ അലാ ഹാദിഹി സ്വലവാത്തിൽ ഖംസ്, ഈ 5 വഖത്ത് നിസ്കാരത്തിൽ അവൻ സ്ഥിരത പാലിച്ചു കൊള്ളട്ടെ. ഹൈസു യുനാദാ ബിഹിൻ, ഏതൊരു ഭാഗത്തേക്കാണോ അവനെ ക്ഷണിക്കപ്പെടുന്നത് അവിടെ പോയി അവൻ അത് നമസ്കരിച്ചു കൊള്ളട്ടെ. അതാണ് അതിന്റെ അർത്ഥം. മണക്കാട് പള്ളിയിൽ നിന്ന് നിന്നെ ക്ഷണിച്ചാൽ നീ വീട്ടിൽ നിന്ന് പള്ളിയിൽ വന്ന് നമസ്കരിച്ച് നാളെ അല്ലാഹയെ കാണാൻ ഒപ്പിട്ടിട്ട് പോകണം. അതാണ് അതിന്റെ അർത്ഥം. വീട്ടിൽ നിസ്കരിക്കലല്ല അതിന്റെ അർത്ഥം. ഹൈസു യുനാദാ ബിഹിൻ വഇന്നഹുന്ന മിൻ സുനനിൽ ഹുദാ. ഇത് അള്ളാഹുവിന്റെ റസൂല് നമുക്ക് പഠിപ്പിക്കുന്ന ഹിദായത്തിന്റെ ഏറ്റവും വലിയൊരു വഴിയാണ് പള്ളിയിൽ വന്ന് നമസ്കരിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഇഖാമത്തുസ്സല, പള്ളിയിൽ ഈ ആള് വന്നാലും വന്നില്ലെങ്കിലും ഭൂകമ്പം ഉണ്ടായാലും ഇല്ലെങ്കിലും. ഇപ്പൊ ഇവിടെ കൊറോണ വന്നിട്ട് പോലും പള്ളിയിൽ നിസ്കാരം മുടങ്ങിയിട്ടില്ലല്ലോ, ഇവിടെ ജുമാ മുടങ്ങിയിട്ടില്ലല്ലോ, ഒരിടത്തും മുടങ്ങിയിട്ടില്ലല്ലോ. ഇതൊക്കെ വെളിയിൽ പൂട്ടിയിട്ടാലും നിസ്കാരം നടക്കും, അതതിന്റെ ഭാഗത്ത് നടക്കും. ജമാഅത്ത് മുടങ്ങൂല, അതാണ് പള്ളി. വീട്ടിലാകുമ്പോൾ മുടങ്ങും, വീട്ടിൽ ജമാഅത്ത് പറ്റൂല. വീട്ടിൽ നമ്മൾ അങ്ങനെ ജമാഅത്താണ് നിസ്കരിക്കാറില്ല. നിസ്കരിച്ചാൽ നിസ്കരിച്ചില്ലെങ്കിലില്ല, ആരും ചോദിക്കാറില്ല. പക്ഷെ പള്ളി അങ്ങനെയല്ല, മസ്ജിദ് അങ്ങനെയല്ല. ഇവിടെ നമസ്കരിച്ചേ പറ്റൂ, ഇവിടെ ബാങ്ക് വിളിച്ചേ പറ്റൂ. ഇവിടെ ഇനി മൈക്കില്ല എങ്കിലും ബാങ്ക് വിളിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് വിളിച്ചിരിക്കും. അതിന് കൊറോണ അല്ല, ഭൂകമ്പല്ല, പള്ളി പൊളിഞ്ഞു പോകാത്തിടത്തോളം കാലം അത് അതിന്റെ സമയത്ത് നടന്നുകൊണ്ടേയിരിക്കും. അത് ഹൈസു യുനാദാ ബിഹിൻ. അതുകൊണ്ടാണ് ഇങ്ങോട്ട് കൊണ്ടുപോവാ, ഇങ്ങോട്ട് നിന്നെ എവിടെ നിന്നാണോ ക്ഷണിക്കപ്പെടുന്നത് അവിടേക്ക് നീ വന്ന് നിസ്കരിക്കുന്ന പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച സുന്നത്താണിത്. ലൗ സല്ലൈതും ഫീ ബുയൂതികും ലതറക്തും സുന്നത നബിയിക്കും വലൗ തറക്തും സുന്നത നബിയിക്കും ലളലൽതും. നഊദു ബില്ലാഹ്.
നിങ്ങൾ വീട്ടിൽ നിസ്കരിക്കുകയാണെങ്കിൽ അള്ളാന്റെ റസൂലിന്റെ സുന്നത്തിനെ നിങ്ങൾ ഉപേക്ഷിച്ചവരാകും. അള്ളാന്റെ റസൂലിന്റെ സുന്നത്തിനെ ഉപേക്ഷിച്ചാൽ നിങ്ങൾ പിഴച്ചു പോകും. നഊദു ബില്ലാഹ്, അല്ലാഹ് കാക്കട്ടെ. നബി പറഞ്ഞ ഹദീസ നമ്മൾ വിചാരിക്കുമ്പോ വീട്ടിൽ നിസ്കരിക്കാൻ പറ്റൂലേ? പള്ളിയുടെ അടുത്തുള്ളവൻ വീട്ടിൽ നിസ്കരിക്കാൻ പറ്റൂല. ലാ സ്വലാത്ത ലിജാരിൽ മസ്ജിദ് ഇല്ലാ ഫിൽ മസ്ജിദ്. പള്ളിയുടെ പരിസരത്തുള്ളവർ പള്ളിയിലല്ലാതെ നമസ്കരിക്കാൻ പറ്റൂല. അതാണ് നീ പിന്നെ എന്തിന് പള്ളി? കോടാനുകോടികൾ ചെലവാക്കിയിട്ട് പള്ളി ഉണ്ടാക്കി വെച്ചേക്കുന്നത് എന്തിന്? പള്ളിയിൽ നിസ്കരിക്കാനാണ്, വീട്ടിൽ നിസ്കരിക്കാനല്ലല്ലോ. എന്നാ പിന്നെ വീട് മോടി പഠിപ്പിച്ചാ പോരെ? പള്ളിയുടെ ആവശ്യം എന്ത്? മയ്യത്ത് നിസ്കരിക്കാൻ പള്ളി വീട് ഉപയോഗിച്ചാ പോരെ? മയ്യത്തടക്കാൻ വീടിന്റെ മുറ്റം ഉപയോഗിച്ചാ പോരെ? എന്തിനാ പിന്നെ പള്ളി? എന്തിനാ നബിതങ്ങൾ പിന്നെ പള്ളിയിലേക്ക് പോകുന്നത്? എന്തിനാണ് നബിതങ്ങൾ സഹാബത്തിനെ പള്ളിയിലേക്ക് വരാൻ പറയുന്നത്? എന്തിനാണ് അബൂബക്കർ സിദ്ദീഖ് ഇമാമ നിൽക്കാന്ന് പറയുന്നത്? എന്തിനാണ് നബിതങ്ങൾ മിമ്പറിൽ ഖുത്ബ ഓതാൻ തുടങ്ങുന്നത്? ഇതൊക്കെ പള്ളിയുള്ളതുണ്ടല്ലേ. എന്തിനാ നിങ്ങളൊക്കെ ഏതെല്ലാം ദിക്കിൽ നിന്ന് വന്നവരാ? ഈ ഒരു വെള്ളിയാഴ്ച ദിവസം എവിടെയെല്ലാം തിരക്കുള്ളവരാണ്. ഈ തിരക്കുകളും ജോലികളും മാറ്റിവെച്ചിട്ട് നിങ്ങളിവിടെ വന്നത് എന്തിനാണ്? ഹൈസു യുനാദാ ബിഹിൻ, നിങ്ങളെ ഇവിടേക്ക് ക്ഷണിച്ചു, ആ ക്ഷണം സ്വീകരിച്ചു വന്നവരാണ്. ഇത് ഈ ജുമുഅക്ക് മാത്രമല്ല നിങ്ങളെ ക്ഷണിക്കുന്നത്. ഹൈസു യുനാദാ ബിഹിൻ, ദിവസത്തിൽ 5 പ്രാവശ്യം നിങ്ങളെ ക്ഷണിക്കുന്നുണ്ട്. ആ ക്ഷണം സ്വീകരിച്ച് ഇവിടെ ഹാജർ ഒപ്പിടണം. ഇവിടെ അറ്റൻഡൻസ് ഉണ്ടാകും, അതിൽ ഒപ്പിടണം, അതിൽ നീ ഹാജരായിരിക്കണം. മറിച്ച് നിസാരമായി നീ വീട്ടിൽ തന്നെ നിസ്കരിക്കാനാണ് നീ ഉദ്ദേശിക്കുന്നതെങ്കിൽ ലതറക്തും സുന്നത്ത് നബിക്കും. ചില ആളുകൾ മസല പറഞ്ഞുകൊണ്ടിരും, അത് സുന്നത്തല്ലേ, അത് നിർബന്ധമൊന്നുമില്ലല്ലോ. ഇപ്പൊ ജമാഅത്തായിട്ട് നിസ്കരിക്കണമെന്ന് അതിൽ ഫർളായ കാര്യമൊന്നുമല്ലല്ലോ, അത് വീട്ടിൽ നിസ്കരിച്ചാലും ശരിയാവൂലേ? മസലകൾ എല്ലാത്തിനും ഉണ്ട് ഹബീബേ, എല്ലാ കാര്യത്തിനും മസലയുണ്ട്. ഏത് കാര്യത്തിന്റെ മസല ഇല്ലാത്തത്? നമ്മുടെ ആവശ്യത്തിനല്ല മസല, അള്ളാഹും അവന്റെ റസൂലും പറഞ്ഞു തരുന്നതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അള്ളാഹും അവന്റെ റസൂലുമാണ്, ആ പ്രവാചകനെയും റസൂലിനെയാണ് നമ്മൾ അംഗീകരിക്കേണ്ടത്. അല്ല നമ്മൾ മസല നോക്കലല്ല. മസല നോക്കിക്കോളി. അങ്ങനെ ചില സാഹചര്യങ്ങൾ വന്നാൽ നമുക്ക് നോക്കാം. ഇപ്പൊ കൊറോണ, പള്ളിയിൽ പോകരുത്, വീട്ടിൽ നിസ്കരിച്ചോ കുഴപ്പമില്ല. വലിയ മഴ, വീട്ടിൽ നിസ്കരിച്ചോ കുഴപ്പമില്ല. റോഡിലൊക്കെ കലാപം, പ്രശ്നം, വീട്ടിൽ നിസ്കരിച്ചോ കുഴപ്പമില്ല. സുഖമില്ല, വീട്ടിൽ നിസ്കരിച്ചോ കുഴപ്പമില്ല. ഈ അരോഗ ദൃഢഗാത്രന്മാരായ ആരോഗ്യമുള്ളവര് അവർക്ക് പള്ളിയിൽ വന്ന് നിസ്കരിച്ചൂടെ? അവര് പള്ളിയിൽ വന്ന് നിസ്കരിക്കാതെ വീട്ടിൽ വന്ന് നിസ്കരിക്കണം. അങ്ങനെ നിങ്ങൾ നമസ്കരിച്ചാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ നിങ്ങൾ ഉപേക്ഷിച്ചവരായി മാറും. അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ നിങ്ങൾ ഉപേക്ഷിച്ചാൽ ലല്ലൽതും, നിങ്ങൾ പിഴച്ചു പോകും. നഊദു ബില്ലാഹ്, അല്ലാഹ് കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹ് നാളെ കണ്ടുമുട്ടാൻ പറ്റൂല. നമസ്കാരം, നമസ്കാരം, നമസ്കാരം. ഈ നമസ്കാരത്തിലൂടെ എന്താ ഗുണം? ഒരു സഹാബി കാന അന്ന റജുല യുസല്ലി മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അന്ന ഫതാ കാന യുസല്ലി മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ചെറുപ്പക്കാരൻ നബി തങ്ങളോടൊപ്പമാണ് നിസ്കരിക്കുന്നത്. എപ്പോഴും ജമാഅത്തിൽ വന്ന് പങ്കെടുത്തിട്ട് ഇങ്ങനെ നിസ്കരിക്കും. പക്ഷെ അദ്ദേഹം പുറത്തേക്ക് പോകുമ്പോ തെറ്റ് ചെയ്യും. ലാ യദഉ അൽ ഫവാഹിഷ, തെറ്റ് ഒഴിവാക്കാൻ അയാളെ കൊണ്ട് കഴിയുന്നില്ല. നിസ്കരിക്കാനുണ്ട്, കൃത്യമായിട്ട് നിസ്കരിക്കും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു, ഇങ്ങനെയാണ് ഇന്നാള് ഇങ്ങനെയാണ്. നിസ്കരിക്കാനൊക്കെ ഉണ്ടാവും, പക്ഷെ ഇറങ്ങി പോയാൽ അയാൾ തെറ്റ് നോക്കി ചെയ്തിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു സാധനമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്ന സ്വലാത്ത സതൻഹാഹു, നമസ്കാരം അവനെ തടയും. നമസ്കാരം അവനെ തടയും, പിന്നീട് തടയും, പിന്നീട് അവനെ രക്ഷിക്കും, പിന്നീട് അവനെ സഹായിക്കും. അതുകൊണ്ട് അവനെ നിങ്ങൾ കുറ്റം പറയരുത്, തെറ്റ് പറയരുത്, ആക്ഷേപിക്കരുത്, അധിക്ഷേപിക്കരുത്. നിസ്കരിച്ചു കഴിഞ്ഞു, മനുഷ്യ സഹജമാണ്. ഒരു തെറ്റിലേക്ക് അവൻ ചെയ്തു പോയാൽ ഉടനെ അവനെ പരിഹസിച്ച് ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് നാണം കെടുത്തി അവൻ നിസ്കരിക്കാൻ പോകണം, ജുമാ നിസ്കരിച്ചാണ്, നോക്ക് നിസ്കാരം കഴിഞ്ഞാണ് അവന്റെ സ്വഭാവം കണ്ടില്ലേ, ഇതൊന്നും നമ്മൾ പറയരുത്. ആ നമസ്കാരം അവനെ നന്നാക്കി എടുക്കും, ആ നമസ്കാരത്തിൽ അവൻ സ്ഥിരതയുണ്ടെങ്കിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വന്ന് പറഞ്ഞ ആ സഹാബികളോട് നബി തങ്ങൾ മറുപടി കൊടുത്ത അങ്ങനെയാണ്. വളരെ വേഗത്തിൽ തന്നെ ആ സഹാബി, ആ പറയപ്പെട്ട വ്യക്തി, ആ ആക്ഷേപിക്കപ്പെട്ട വ്യക്തി തൗബ ചെയ്തു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല ഇറക്കിയ ഒരു ആയത്തുണ്ട്, ഉത്ലു മാ ഊഹിയ ഇലൈക മിനൽ കിതാബി വഅഖിമിസ് സ്വലാഹ് ഇന്നസ് സ്വലാത്ത തൻഹാ
അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. അല്ലാഹു ഇറക്കിയ ആയത്താണ്. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നമസ്കാരം എല്ലാ നീചവും നികൃഷ്ടവുമായ സകലമാന പ്രവർത്തികളെയും അള്ളാഹു തടയും, അത് ഉറപ്പാണ്. അപ്പൊ ഒരാൾ നമസ്കരിക്കുന്നു, അവൻ തെറ്റ് ചെയ്യുന്നു എന്നതുകൊണ്ട് അവന്റെ നമസ്കാരം മോശമാകുന്നു എന്നല്ല അർത്ഥം. ഭാവിയിൽ അവനൊരു കുറ്റബോധമുണ്ടായി, അള്ളാന്റെ മുന്നിൽ ഞാൻ കൈകെട്ടി നിന്ന് ലജ്ജിക്കേണ്ടവനാണല്ലോ പടച്ചവനെ, ഞാൻ നിന്റെ മുന്നിൽ വന്നിട്ട് ഞാൻ തപസ്സിരിക്കേണ്ടവനാണല്ലോ പടച്ചവനെ, സാഷ്ടാംഗം ചെയ്യേണ്ടവനാണല്ലോ പടച്ച റബ്ബേ എന്നൊരു കുറ്റബോധം അവന്റെ മനസ്സിലുണ്ടാവുകയും അവൻ അതിൽ നിന്ന് പശ്ചാത്തപിക്കാൻ ഒരു വഴി അള്ളാഹു ഒരുക്കി കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് അവരെ നിങ്ങൾ കുറ്റം പറയരുത് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കാരത്തിൽ ഒരു സഹാബി, ഞാൻ പണ്ട് നേരത്തെ പ്രസംഗിച്ചിട്ടുണ്ട്, ഒരു സഹാബി തോട്ടത്തിൽ പോയി ഒരു പെണ്ണിനെ ചുംബിച്ചു. അവസാനം അദ്ദേഹം തൗബ ചെയ്ത് നബിതങ്ങളുടെ അരികിലേക്ക് വന്നു. നബിയെ, ഞാൻ ശാരീരികമായൊന്നും ബന്ധപ്പെട്ടിട്ടില്ല, പക്ഷെ ഞാനൊന്ന് ഹഗ് ചെയ്തു, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒന്ന് ചുംബിച്ചു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിണ്ടാണ്ടിരുന്നു വഹി വരുന്നത് വരെ. വഹി ആയത്തിറങ്ങി, അഖിമിസ്സലാത തറഫൈൻ നഹാരി വസുലഫം മിനൽ ലൈൽ ഇന്നൽ ഹസനാത്ത് യുദ്ഹിബുനസ് സയ്യാത്ത്. നിസ്കരിക്ക്, തീർച്ചയായും ഈ നമസ്കാരം എന്ന നന്മ കൊണ്ട് തിന്മയെ അല്ലാഹു സുബ്ഹാനഹു വ തആല മായ്ച്ചു കളയും. പേടിക്കണ്ട, മായ്ച്ചു കളയും. ആയത്തിറങ്ങിയില്ലേ? സന്തോഷമായില്ലേ സഹാബിക്ക്? വലിയ സന്തോഷമല്ലേ? നമ്മളിപ്പോ ഒരു തെറ്റ് ചെയ്തവനായിട്ട് അങ്ങ് ആക്ഷേപിച്ച് അധിക്ഷേപിച്ച് അവനായിട്ട് വാട്സാപ്പിലും ഫേസ്ബുക്കിലും പൊങ്കാലയിട്ട് അവനൊരു സന്തോഷം കൊടു. എന്നാ പണ്ടാരടങ്ങാ, അങ്ങനെ തന്നെ ഞാൻ ചത്തുപോയിക്കോളാടാ എന്ന് പറഞ്ഞ് അവൻ ചില സൂയിസൈഡ് ചെയ്താൽ ആരാ കുറ്റക്കാര്? നമ്മൾ തന്നെ കുറ്റക്കാര്. നമ്മൾ അവനെ ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിച്ചു. പടച്ചവനല്ലേ പൊറുക്കുന്നത്, നമ്മളല്ലല്ലോ പൊറുക്കുന്നത്. ഒരു തെറ്റ് ചെയ്താൽ അല്ലാഹ്, നമ്മളാരാ? നമ്മളെ ഒന്ന് വിലയിരുത്തി നോക്കുക. നമ്മളെ സ്വന്തമായിട്ടൊന്ന് സ്വമേധയാ ഒന്ന് സ്കാൻ ചെയ്യും. ഉമർ റളിയല്ലാഹു തആല പറഞ്ഞു, ഫത്തിഷ് നഫ്സക് ഖബ്ല അൻ തുഫത്തിഷ ഗൈറക്. മറ്റൊരാളെ നീ സ്കാൻ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നിന്നെ നീ ഒന്ന് സ്കാൻ ചെയ്യ്. നീ ആരാ? ചുമ്മാ ജസ്റ്റ് ഒന്ന് കണ്ണടച്ചിട്ടൊന്ന് ചിന്തിക്ക്, നീ ആരായിരുന്നു? ചിന്തിച്ചാൽ മതി. മറ്റൊരാളുടെ ന്യൂനത എന്തിനു നീ നോക്കാൻ പോകുന്നത്, അളക്കാൻ പോകുന്നത്? നീ ആരാണെന്ന് ചിന്തിക്ക്. ഉമർ റളിയല്ലാഹു തആലയുടെ വാക്കാണ് ഇത്, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ. അതുകൊണ്ട് നമസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല നീചവും നികൃഷ്ടവുമായ പ്രവൃത്തി തടയും. ഇൻഷാ അല്ലാഹ് ഇപ്പോഴല്ലെങ്കിൽ പിന്നീട് തടയും. നിങ്ങളത് നിലനിർത്തി നമസ്കാരം നിലനിർത്ത്. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. മുഅ്മിനീങ്ങളുടെ അടയാളമാണ് നിസ്കാരം. മുഅ്മിനീങ്ങളുടെ അടയാളമാണ് നമസ്കാരം. ആ നമസ്കാരത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു തരും, നമ്മുടെ പാവങ്ങൾ പൊരുത്തപ്പെട്ടു തരും, പദവി അല്ലാഹു ഉയർത്തിത്തരും, രോഗങ്ങൾ ശിഫയാക്കി തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അനുഗ്രഹങ്ങൾ അതിലൂടെ നമുക്ക് ചെയ്തു തരും. അതുകൊണ്ട് നിസ്കാരം നിലനിർത്തിക്കോ. അങ്ങനെ നമസ്കാരം നിലനിർത്തിയാൽ നമുക്ക് നാളെ അള്ളാഹുവിനെ നേരിൽ കണ്ടുമുട്ടാൻ പറ്റും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് അള്ളാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ജുമാ മാത്രം നിസ്കാരം ആക്കരുത്. അള്ളാഹുവിനെ ഒരു പോയിന്റ് പഠിച്ചു വെച്ചോ. അള്ളാഹെ നിനക്ക് മുസ്ലിമായിട്ട് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമസ്കാരത്തിൽ പാബന്ദിയായിരിക്കണം. ഈ 5 വഖത്ത് നിസ്കാരം നിർബന്ധമായിട്ട് മുറുകെ പിടിക്കണം ഇൻഷാ അല്ലാഹ്. അല്ല ജുമാക്ക് മാത്രം നിസ്കരിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല. 5 വഖത്ത് നിസ്കാരം കൃത്യമായി നമസ്കരിച്ചാൽ നമുക്ക് അള്ളാഹുവിനെ നാളെ കണ്ടുമുട്ടാൻ കഴിയും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലദീന യുഖീമൂന സ്വലാഹ് എല്ലാ സ്ഥലത്തും നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞത്. എല്ലാ സ്ഥലങ്ങളും നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞതിന്റെ കാരണം അതാണ്. അല്ലദീന യുഖീമൂന സ്വലാഹ്, ഇഖാമത്തുസ് സ്വലാഹ്. നമസ്കാരം നിലനിർത്തി. നമസ്കാരം നിങ്ങൾ നിലനിർത്തി. നമസ്കാരം മുഅ്മിനീങ്ങളുടെ അടയാളാണത്. മുഅ്മിനീങ്ങളുടെ അടയാളാണ്. ഞാൻ മുഅ്മിനാണ് എന്നതിന്റെ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റിയാണ് നമസ്കാരം നിലനിർത്തുക എന്നുള്ളത്. 5 വഖത്തിലൂടെ ഒരു മനുഷ്യൻ ശുദ്ധിയാവുകയാണ്. സുബൈക്ക് അമ്മ ഒളു എടുക്കുന്നു, ഇഷ്റാഖ് വരെ ആ ഒളുവിനെ സൂക്ഷിക്കുന്നു. ഇഷ്റാഖ് കഴിഞ്ഞു, റെസ്റ്റ് എടുത്തു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ജോലിക്ക് പോകുന്നു, ഒളു എടുത്തിട്ട് 2 റക്അത്ത് ളുഹ നിസ്കരിച്ചിട്ട് പോകുന്നു. ഒളുവോട് കൂടി തന്നെ ളുഹർ വരെ ഇരിക്കാമല്ലോ. ളുഹർ നിസ്കാരത്തിന് ബാങ്ക് വിളിച്ച് പള്ളിയിൽ പോകുന്ന വഴിക്ക് മൂത്രം ഒഴിച്ച് വീണ്ടും ഒന്നുകൂടെ ഫ്രഷായി വീണ്ടും ഒളു എടുക്കുന്നു. അസർ മുതൽ മഗ്രിബ് വരെ ഒളു കൊണ്ടുപോകാം. മഗ്രിബ് മുതൽ ഇശാ വരെ ഒളു കൊണ്ടുപോകാം. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒളു എടുത്തിട്ട് കിടക്കാം. നോക്കണേ, നമ്മൾ ഫുള്ള് ഒളുവിലാണ്. എന്ത് ഈസിയാണ്. നമുക്ക് മടിയല്ലേ? അവിടെ പോയി മൂത്രം ഒഴിക്കും, അതേപോലെ ഒരൊറ്റ പോക്ക മൂത്രം ഒഴിക്കും. കഴുകാൻ തന്നെ മടിയാണ്. അത് തന്നെ വലിയ പാടാണ്.
ജസ്റ്റ് 2 മിനിറ്റ്. പള്ളിയിൽ വെള്ളമുണ്ട് സൗകര്യം, ഒതു എടുത്തിട്ട് പോയിക്കൂടെ? പോകുന്ന വഴിക്കങ്ങാണ് നീ മരിച്ചാൽ ഒതോടുകൂടി മരിച്ചു നീ, ഇത്ര വലിയ ഭാഗ്യം. ഒതുവോടുകൂടി മരിക്കാനൊരു ഭാഗ്യം കിട്ടിയാൽ സ്വർഗത്തിലാണ്. ബിലാൽ റളിയല്ലാഹു തആല സ്വർഗത്തിൽ കയറിയതിൻ്റെ നബിതങ്ങളോടൊപ്പം സഞ്ചരിക്കുന്നത് കണ്ടതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം നബിതങ്ങൾ ചോദിച്ചു പറഞ്ഞു, ഞാൻ എപ്പോൾ ഒളുവെടുത്താലും 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും. ആ ഒരൊറ്റ കാരണമാണ് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ അള്ളാഹുവിൻ്റെ റസൂലിനോടൊപ്പം സ്വപ്നത്തിൽ കണ്ടത് സ്വർഗത്തിൽ. ഒളുവെടുത്തിട്ട് യാത്ര ചെയ്യും, രാത്രി ഉറങ്ങാൻ നേരത്ത് ഒളുവെടുത്തിട്ട് കിടക്കും. ഒളുവെടുത്തിട്ട് കിടന്നോളി, പ്രശ്നമില്ല. പെണ്ണുങ്ങളെ തൊട്ടൊന്നും പറഞ്ഞൊന്നും ഒന്നും മുറിയണ്ട, രാത്രിയത്തെ ഒന്നും മുറിയില്ല, പേടിക്കുകയും വേണ്ട. വൈഫല്ലേ, നമ്മൾ ഒളുവെടുത്ത് കിടന്ന കയ്യോ കാലോ കാണും തൊട്ടോ മുട്ടിപ്പോയാൽ ഒന്നും മുറിയില്ല, പേടിക്കണ്ട. മുറിയും നമ്മൾ അനവിയാക്കളുടെ മൊത്തം മുറിഞ്ഞു പോകണ്ടേ? ഒളുവെടുത്ത് കിടന്നോളി സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു സുബ്ഹി വരെ ഹിഫാളത്ത് തരും, ഒളുവിലൂടെ ബർക്കത്തുണ്ടാവും. നമ്മൾ വലിയ ഓരോ ഫേസ് വാഷ് ഇട്ടൊക്കെ നമ്മുടെ പെണ്ണുങ്ങൾ മുഖം കഴുകി ശുദ്ധിയാക്കുന്നതിന് ഒളുവെടുക്കാൻ പറ. ഒളുവെടുത്ത് 40 ദിവസം ഒരു വഖത്ത് മുടങ്ങാതെ കൃത്യമായി ഒരാൾ ജമാഅത്തായി നമസ്കരിക്ക്. പെണ്ണുങ്ങൾ കൃത്യസമയത്ത് വീട്ടിൽ നിസ്കരിക്ക്. മുഖത്ത് നിന്ന് ഈമാൻ കാണാം, പ്രകാശം ഉണ്ടാകും. 40 ദിവസം കൃത്യമായിട്ടൊന്ന് ചെയ്ത് നോക്ക്. 40 ദിവസം അങ്ങനെ നമസ്കരിച്ച് നോക്ക്, ഈമാൻ വരും, പ്രകാശം വരും. നമ്മുടെ ഒന്നും മുഖത്ത് പ്രകാശം ഇല്ലാത്തതിന് കാരണം ഇടയ്ക്ക് സംഭവം കറണ്ട് പോകുന്നതുകൊണ്ടാണ്. വഖത്ത് പവർ കട്ട് 40 ദിവസം വരെ നോക്കും, 39ാമത്തെ ദിവസം ഔട്ടായി പോകും. അതാണ് 60 ദിവസം നോമ്പ് പിടിക്കണം. ഒരു നോമ്പ് വെറുതെ വേസ്റ്റാക്കിയാൽ 59ാമത്തെ ദിവസം പനി പിടിച്ച് വീണ്ടും ഒന്നേന്ന് പിടിക്കണം. അതാണ് അതിൻ്റെ അർത്ഥം. അപ്പം അതുകൊണ്ട് നമ്മുടെ ആ 40 ദിവസം നമ്മളൊന്ന് സൂക്ഷിച്ചു നോക്ക്. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല യുഖീമൂന സ്വലാഹ്, ഇഖാമത്തു സ്വലാ, നമസ്കാരം നിലനിർത്തി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പഠിപ്പിക്കുന്നു. ചേർത്തിട്ട് അള്ളാഹു ഒരു വാക്കോട് ചേർത്ത് പറയുന്നു. എവിടെയും ഖുർആന്റെ പല ഭാഗങ്ങൾ പരിശോധിച്ച് നോക്കിക്കോളി. അല്ലദീന യുഖീമൂന സ്വലാ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ ഉണ്ടോ? അല്ലദീന യുഖീമൂന സ്വലാ വയുഅ്തൂന സകാഹ് വഹും ബിൽ ആഖിറതി ഹും യൂഖിനൂൻ ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വാക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന നിസ്കാരം നിലനിർത്തുന്നതിനോടൊപ്പം നിങ്ങൾ എന്തെങ്കിലും സദഖയും കൂടെ ചെയ്യണം, സക്കാത്ത് കൊടുക്കണം, സദഖ ചെയ്യണം. ഇത് ഒരു മുസ്ലിമിന്റെ ക്വാളിറ്റിയാണിത്, ഒരു മുഅ്മിനിന്റെ ക്വാളിറ്റിയാണ്. നമ്മൾ കുറെ പണം ഉണ്ടാക്കി വെച്ചിട്ട് നിസ്കാരം ഇബാദത്ത് ഒന്നും നോക്കിയിട്ടൊന്നും വലിയ കാര്യമില്ല. അല്ലാഹ് പറഞ്ഞ വാക്കാണ്, എൻ്റെ വാക്കല്ല. സൂറത്തുൽ അൻഫാൽ അല്ലെങ്കിൽ ഈ 5 കാര്യത്തിൽ മുഅ്മിനീങ്ങളുടെ ലക്ഷണത്തിൽ അല്ലാഹ് ഈ സാമ്പത്തികം ഇവിടെ ചേർക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്തിനാ അല്ലാഹ് ഇവിടെ സാമ്പത്തികം ചേർത്തത്? അല്ലദീന യുഖീമൂന സ്വലാ വയുഅ്തൂന സകാ, അല്ലദീന യുഖീമൂന സ്വലാ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, അല്ലദീന യുഖീമൂന സ്വലാ വയുഅ്തൂന സകാ. എത്ര ഇടത്ത് അല്ലാഹ് പറഞ്ഞു ഖുർആനിൽ നിസ്കാരത്തോടു കൂടി ചേർത്ത് തന്നെ സദഖയും സമ്പത്തും സക്കാത്തും കൂടെ ചേർത്ത് പറഞ്ഞു. നിസ്കരിക്കും നമ്മൾ, ഫുലൂസ് വിട്ടുള്ള കളിയില്ല, നമുക്ക് ഫുലൂസിന്റെ പരിപാടിയില്ല. അത് മാത്രം പറയരുത്. നിസ്കാരം നമ്മൾ നിലനിർത്തും. എന്നാ പിന്നെ അല്ലാഹ് നിസ്കാരം കൊണ്ട് നിർത്തണമായിരുന്നു, പക്ഷെ അങ്ങനെ നിർത്തിയിട്ടില്ല. മുഅ്മിനീങ്ങളുടെ 5 അടയാളങ്ങളല്ല പറയുന്ന കൂട്ടത്തിൽ അല്ലാഹു വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ എന്ന് പറഞ്ഞ് തീർത്തിട്ടാണ് പറഞ്ഞത് ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ. ഇവരാണ് ഒറിജിനൽ യഥാർത്ഥ സത്യവിശ്വാസികൾ. ഇവരാണ് അല്ലാഹ് പറഞ്ഞ വാക്കല്ലേ ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ. അല്ലാഹ് എത്ര വലിയ വാക്ക് പറഞ്ഞ വാക്ക്. നമ്മളെങ്ങാണോ ഇതുണ്ടാക്കി വെച്ചത്? റബ്ബല്ലേ പറഞ്ഞത്, അല്ലാഹ് അല്ലേ പറഞ്ഞത്. ആരാണ് സമ്പത്തിന്റെ ഉടമസ്ഥൻ? അല്ലാഹ് അല്ലേ. അവനല്ലേ നമുക്ക് സമ്പത്ത് തന്നത്, അത് കൊടുക്കാനല്ലേ പറഞ്ഞത്. എന്തേ അത് കൊടുക്കാൻ നമുക്കൊരു മടി? എന്തേ നമ്മൾ അതിനകത്ത് പിശുക്ക് കാണിക്കുന്നു? അതിലൂടെ എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് അള്ളാഹു നമുക്ക് ചെയ്തു തരുന്നത്. അള്ളാഹ്ക്ക് വേണ്ടി കൊടുക്കാൻ നമുക്ക് മടിയാണല്ലോ. ആശുപത്രി ബില്ലടയ്ക്കാൻ മടിയില്ലല്ലോ. ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയാൽ പൈസ കൊടുക്കാൻ മടിയില്ലല്ലോ. രാഷ്ട്രീയക്കാരൻ വന്ന് ചോദിച്ചാൽ കൊടുക്കാൻ മടിയില്ലല്ലോ. ഏതെങ്കിലും കച്ചവട ആവശ്യത്തിന് വേണ്ടി പണം സ്വരൂപിക്കാൻ, പണം കൂട്ടാൻ വേണ്ടി ഷെയർ മാർക്കറ്റിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി പണം ഇടാൻ നമുക്ക് പ്രശ്നമില്ലല്ലോ. അള്ളാഹുവിന് ചോദിക്കുമ്പോൾ, അള്ളാന്റെ മാർഗത്തിൽ ചോദിക്കുമ്പോൾ നമുക്ക് കൊടുക്കാനൊരു മടിയാണ്. ഈമാനായിട്ടില്ല എന്നാ അതിന്റെ അർത്ഥം. 4 ക്വാളിറ്റി നിനക്കുണ്ട്, 5ാമത്തെ ക്വാളിറ്റി ആയിട്ടില്ല. ഉലൈക ഹുമുൽ മുഅ്മിനൂൻ, നീ മുഅ്മിനാണ്, പക്ഷെ ഹഖ്ഖൻ ഒറിജിനൽ മുഅ്മിനായിട്ടില്ല. അതാണ് അതിന്റെ അർത്ഥം. അല്ലെങ്കിൽ ഇവിടെ അള്ളാഹ് ഹഖ്ഖൻ കൂടി ചേർക്കേണ്ട ആവശ്യമില്ല. ഉലൈക ഹുമുൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങളാണെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖൻ, ഒറിജിനൽ അവർ മുഅ്മിനീങ്ങളാണ്.
ആര് ഈ 5 ക്വാളിറ്റി ഉള്ളവര്? 5ാമത്തെ ക്വാളിറ്റി അള്ളാഹ് കൊണ്ടുവച്ചത് വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, പണം കൊടുക്കണമെന്ന്, പണം അള്ളാന്റെ മാർഗത്തിൽ കൊടുക്കണമെന്ന്. ആരാളോ നോക്കുന്നതാണ് അള്ളാഹ്. ഇത് നോക്കും, ഇതെല്ലാം പരീക്ഷിക്കും. നീ നിസ്കാരമൊക്കെ ഉണ്ട്, ഓത്തൊക്കെ ഉണ്ട്, അൽഹംദുലില്ലാഹ്, നല്ല ഭയങ്കരമായ നിലയിൽ നീ പിന്നെ സുന്നത്തും ഇഷ്റാഖും ളുഹായും അവ്വാബീനും ഒക്കെ നീ നിസ്കരിക്കുന്നുണ്ട്. പക്ഷെ പുലൂസിന്റെ കാര്യം പറയുമ്പോൾ മാത്രം പോക്കറ്റിട്ട് കുടയുന്ന കാണാം. എന്തിനാണെന്നറിയോ? 10 രൂപയോ 3 രൂപയോ ഒക്കെ ഉണ്ടെങ്കിൽ താഴോട്ട് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് കുടഞ്ഞിട്ടേ കൊടുക്കുള്ളൂ. പോക്കറ്റ് കൈയിട്ട് വാരി കൊടുക്കുന്ന സ്വഭാവം നമുക്കില്ലല്ലോ. അള്ളാഹു നമുക്ക് കണക്കില്ലാതെ തരും. ഹിസാബില്ലാതെ അള്ളാഹ് തരും. പക്ഷെ നമ്മൾ കൊടുക്കുമ്പോൾ ഹിസാബോടെയാണ് കൊടുക്കുന്നത്. ഇതാണ് നമ്മളും അള്ളാഹ് നമ്മളെ വ്യത്യാസം. അള്ളാഹ് ഗൈരി ഹിസാബായിട്ട് പടച്ചവൻ തരും. നമുക്ക് ഹിസാബ് നോക്കും, നമ്മൾ എത്ര കൊടുക്കണമെന്ന് അല്ലേ? അത് നമ്മുടെ ആ പണത്തിനോടുള്ള ഒരു ആർത്തിയാണത്. അതാണ് എൻ്റെ അർത്ഥം. പണത്തിനോടുള്ള ഒരു ആഗ്രഹമാണത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ സദഖ സമ്പത്ത് ചെയ്യണം എന്നുള്ളതിന്റെ അതുകൊണ്ടുണ്ടാകുന്ന ഗുണങ്ങളും നേട്ടങ്ങളും എന്തെന്നറിയോ? ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞുതരാം. അത് മനസ്സിലാക്കണം. ചെയ്യുകയോ ചെയ്യാതിരിക്കുക അത് നമ്മുടെ വിഷയത്തിൽ പെട്ടതല്ല. അള്ളാഹു റസൂലും പറഞ്ഞത് നമ്മൾ പറയുക, കേൾക്കുക, ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം. അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.